ഇനി പുതിയ മുഖം. അധികാര കൈമാറ്റം രാവിലെ ഇന്ദിരാഭവനിൽ. സണ്ണി ജോസഫ് MLA KPCC പ്രസിഡന്റായി ഇന്ന് ചുമതലയേക്കും. വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിശ്വനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരും ഇന്ന് തന്നെയാണ് ചുമതലയേൽക്കുന്നത്. ഇതിനൊപ്പം UDF കൺവീനറായി അടൂർ പ്രകാശ് MPയും ഇന്ന് തന്നെ ചുമതല ഏറ്റെടുക്കും. ഇതോടെ കേരളത്തിലെ കോൺഗ്രസിൽ കഴിഞ്ഞ കുറച്ചു കാലമായി തർക്കവിഷയമായിരുന്ന നേതൃമാറ്റം പൂർത്തിയാകും. രാവിലെ 9:30 KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് പുതിയ നേതൃത്വം ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങ്. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യും. KPCC അധ്യക്ഷ സ്ഥാനമൊഴിഞ്ഞ K സുധാകരൻ MP യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ, മുൻ KPCC പ്രസിഡന്റുമാർ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് മുമ്പായി മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ AK ആന്റണിയെ നിയുക്ത ഭാരവാഹികൾ സന്ദർശിക്കും. പദവി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി മുൻ മുഖ്യമന്ത്രിമാരായ K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലും നേതാക്കൾ ഞായറാഴ്ച എത്തിയിരുന്നു. പുതിയ നേതൃനിര പാർട്ടിയെ വീണ്ടും കേരളത്തിൽ അധികാരത്തിലെത്തിക്കുമെന്നാണ് AICCയുടെ പ്രതീക്ഷ. പുതിയ ടീം വന്നതിന്റെ ആവേശം നിലനിർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഒന്നിച്ച് ചുമതലയേൽക്കുന്നത്. ഇതിനിടെ K മുരളീധരനെതിരെ ഒളിയം പെയ്തും വെള്ളാപ്പള്ളിയെ വിമർശിച്ചും KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാർട്ടി പരിഗണിച്ചിരുന്ന ആന്റോ ആന്റണിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധേയമായി. ആന്റോ ആന്റണിയുടെ പേര് അവസാന നിമിഷം വരെ പരിഗണിച്ചെങ്കിലും പാർട്ടിക്ക് അകത്തും പുറത്തും എതിർപ്പുയർന്നിരുന്നു. തനിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞവർക്കെതിരെയാണ് ആന്റോയുടെ ഫേസ്ബുക്ക് വിമർശനം. വെള്ളാപ്പള്ളി CPMന്റെയും BJPയുടെയും താൽപര്യ സംരക്ഷണനാണെന്നാണ് വിമർശനം. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിൽ ഉപജാപക സംഘമെന്ന് പറയുന്ന ആന്റോയുടെ ഉന്നം തനിക്കെതിരെ നിന്ന പാർട്ടി നേതാക്കൾ തന്നെ. അർഹതയില്ലാതെ ഉന്നത പദവികളിലെത്തിയവർ, അധികാരത്തിന്റെ ആർത്തിമൂത്ത് പാർട്ടിയെ പിളർത്തിയവർ എന്നീ പരാമർശങ്ങളും ആന്റോ ഉയർത്തി. ഇത് K മുരളീധരനെതിരായ ഒളിയമ്പായി കരുതുന്നുണ്ട്.